നമസ്കാരം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ 10 വയസ്സുകാരിയെ അതിക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണ പുരോഗതി വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചിരിച്ചും തമാശ പറഞ്ഞും പെരുമാറിയത് വലിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. കോയമ്പത്തൂർ വെസ്റ്റ് സോൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ RV രമ്യ ഭാരതിയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലജ്ജാകരമായ ഈ പെരുമാറ്റമുണ്ടായത്. ക്രൂരമായ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലെ ഉദ്യോഗസ്ഥരുടെ ഈ മനോഭാവം സമൂഹമാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കേസിലെ പ്രതികളെ അതിവേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിനിടയിലാണ് DIG രമ്യ ഭാരതി ഉൾപ്പെടെയുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പൊട്ടിച്ചിരിക്കുകയും പരസ്പരം തമാശകൾ പങ്കുവെക്കുകയും ചെയ്തത്. കേസിന്റെ ഗൗരവത്തെ ഒട്ടും ഉൾക്കൊള്ളാതെയുള്ള ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ വാർത്താ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇവർക്കെതിരെ ഉയരുന്നത്. പിഞ്ചുകുഞ്ഞിന് നേരിടേണ്ടി വന്ന ക്രൂരതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒരു ഔദ്യോഗിക ചടങ്ങിൽ ഇത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഇത്രയും അലസമായും ചിരിച്ചുകൊണ്ടും സംസാരിക്കാൻ സാധിക്കുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ വീഡിയോ വൈറലായതോടെ പോലീസിന്റെ അനാസ്ഥയ്ക്കും മനുഷ്യത്വമില്ലായ്മയ്ക്കുമെതിരെ ജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട്. അയൽവാസി ഉൾപ്പെടെയുള്ള 2 പേർ ചേർന്ന് ഇരുചക്ര വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി തെങ്ങിൻ തോട്ടത്തിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 10 വയസ്സുകാരിയുടെ വിയോഗത്തിൽ സംസ്ഥാനം നടുങ്ങി നിൽക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അപക്വമായ പെരുമാറ്റം. സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. നേരത്തെ ഈ കേസിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തമിഴ്നാട് വ്യവസായ മന്ത്രി S കീർത്തന ചിരിക്കുന്നത് കണ്ടതിനെ തുടർന്ന് നേരത്തെ BJP ഇവർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു ഔദ്യോഗിക യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഈ കേസിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കീർത്തന വിസമ്മതിക്കുകയും ഭരണപരമായ ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി നൽകൂ എന്ന് പറയുകയും ചെയ്തതോടെയാണ് വിവാദം തുടങ്ങിയത്. ഈ സംഭാഷണത്തിനിടയിൽ അവർ ചിരിക്കുന്നതായി കണ്ടുവെന്ന് ആരോപിച്ച BJP കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അവരുടെ പെരുമാറ്റം അനുചിതമാണെന്നും വ്യക്തമാക്കി. ഈ സംഭവം തമിഴ്നാട്ടിലെ ക്രമസമാധാന നില ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതെന്ന് BJP നേതാവ് വിനോദ് P. സെൽവം ചൂണ്ടിക്കാട്ടി. ക്രൂരമായ ഒരു സംഭവത്തെ മന്ത്രി നിസാരവൽക്കരിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദാരുണമായ കൊലപാതകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വനിതാ മന്ത്രി ഇവിടെ പൂർണ്ണമായി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ മാത്രമേ ചോദ്യങ്ങൾ നേരിടൂ എന്ന് പറഞ്ഞ അവർ അതിനെ ചിരിച്ചു തള്ളിയെന്നും സെൽവം ആരോപിച്ചു. എന്നാൽ സംഭവം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ മനഃപൂർവ്വം വളച്ചൊടിക്കുകയാണെന്ന് കീർത്തന മറുപടി നൽകി. മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനു ശേഷമാണ് താൻ ചിരിച്ചതെന്നും അത് ഏതെങ്കിലും സംഭവമായോ ചോദ്യവുമായോ ബന്ധപ്പെട്ടതല്ലെന്നും അവർ വ്യക്തമാക്കി. അതേസമയം 10 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. മെയ് 21-ന് സുലൂരിനടുത്തുള്ള വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കെ കാണാതായ പെൺകുട്ടിയെ പിന്നീട് കണ്ണമ്പാളയത്തിന് സമീപത്തു നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജലസംഭരണിക്ക് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെടുക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 33-കാരനായ യുവാവിനെ ശനിയാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിലെ സുലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നാഗപട്ടണം സ്വദേശിയായ കാർത്തിക്കാണ് അറസ്റ്റിലായത്. ഇയാൾ കോയമ്പത്തൂർ ജില്ലയിലെ സുലൂരിനടുത്തുള്ള പല്ലപ്പാളയത്താണ് താമസിച്ചിരുന്നത്. കോയമ്പത്തൂരിലെ ഒരു ഫ്ളാറ്റിന്റെ 1-ാം നിലയിൽ ഒളിച്ചിരുന്ന പ്രതിയെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ ഇയാൾ താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും വലത് കൈക്കും കാലിനും ഒടിവ് സംഭവിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ പീഡിപ്പിച്ച ശേഷം തെങ്ങിൻ തോപ്പിൽ വെച്ച് കൊലപ്പെടുത്തിയതായി ഇയാൾ കുറ്റം സമ്മതിച്ചു. ഇയാൾ ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ മറ്റൊരു അയൽവാസിയായ മോഹൻ എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വീടിനടുത്തുള്ള ഒരു പലചരക്ക് കടയിലേക്ക് പോയ കുട്ടിയെ കാർത്തിക് ഇരുചക്ര വാഹനത്തിലെത്തി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു.